ഇനി നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഓക്കെ, ഒരു മിനിറ്റ്. DBMSന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പൊ ഇതിൽ വന്നിട്ടുണ്ട് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫോറിൻ കീ. ഇപ്പൊ ഫോറിൻ കീയുടെ, പ്രൈമറി കീയുടെ, സൂപ്പർ കീയുടെ ഒക്കെ റിലേഷണൽ ഡേറ്റാബേസിന്റെ ഉള്ള ക്യാരക്ടറിസ്റ്റിക്സ് നോക്കി വെക്കാം. അപ്പൊ ഇതിൽ നോക്കിയേ, ഫോറിൻ കീ എന്തിനാ? അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു രണ്ട് ടേബിൾസ് ഉണ്ട്, അതിലൊരു ടേബിളിന് മറ്റേ ടേബിളിനായിട്ട് അല്ലെ റിലേഷൻഷിപ്പ്. അപ്പോ യൂണിക്കലി ഐഡന്റിഫൈസ് ഈച്ച് റെക്കോർഡ് ഇൻ എ ടേബിൾ അല്ല. ഇറ്റ് എസ്റ്റാബ്ലിഷ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു ടേബിൾസ് അല്ലെ. അപ്പൊ ഇതാണ് കറക്റ്റ് ഓപ്ഷൻ. ഇനി അടുത്തതെന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ. ഇനി അപ്പോ അതിന്റെ ഒരു ഡിസ്കഷനും എന്താന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് നോക്കിക്കോട്ടാ. ഇനി ഗ്രൂപ്പ് ബൈ ക്ലോസ്. അപ്പൊ നമുക്ക് ഡിഫറെന്റ് ക്ലോസസുകൾ അറിയാം. അപ്പൊ അത് ഞാൻ പറഞ്ഞുതരാം. അത് ഞാൻ ക്ലാസ് എടുത്തിട്ടില്ല, ഞാൻ ക്ലാസ് എടുത്തിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ വോയിസ് കോഡ് നോർമൽ ഫോം ആണ്. അപ്പൊ നോർമലൈസേഷൻ എന്ന് പറയുന്നത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, നോർമൽ ഫോം എന്ന് പറയുന്ന ടോപ്പിക് നമുക്ക് അറിയണം. അപ്പൊ നോർമൽ ഫോം എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് നോർമൽ ഫോംസ് ഉണ്ട്. അതിലത്തെ ഓരോന്നിനും എന്താണെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യണം. 1NF, ദെൻ അടുത്തതെന്ന് പറയുന്നത് 2NF, ദെൻ 3NF. ഓക്കെ, പിന്നെ വരുന്നതാണ് 3NF, പിന്നെ വരുന്നതാണ് PCNF. ഓക്കെ, അങ്ങനെ 4 നോർമൽ ഫോമാണ് നമുക്ക് കോമൺലി ഉള്ളത്. 4 നോർമൽ ഫോം. അപ്പൊ ഓരോ നോർമൽ ഫോമും എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പൊ നമ്മൾ പറഞ്ഞു 1NF ഉണ്ട്. അപ്പൊ ഓരോന്നിന്റെയും എന്താണെന്ന് നോക്കാം. നോർമലൈസേഷൻ എന്തിനു വേണ്ടിയിട്ടാ? നോർമലൈസേഷൻ എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന ടേബിൾ എന്ന് പറയുന്നത് ചിലപ്പോ കറക്റ്റ് ഒന്നും ആയിരിക്കില്ല. അതായത് നമുക്ക് എന്താ പറയാ, ഒരു ഡേറ്റാബേസ് നമ്മൾക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് അതിൽ കുറെ റിഡൻഡൻസീസ് ഉണ്ടാവാം, അതായത് ഡ്യൂപ്ലിക്കേഷൻസ് ഉണ്ടാവാം. പിന്നെ അതുപോലെ തന്നെ ഇന്റഗ്രിറ്റി ഒക്കെ ഉണ്ടാവാം. അപ്പോൾ ആ ഡേറ്റനെ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നോർമലൈസേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ നോർമലൈസേഷനിൽ നമ്മൾ യൂസ് ചെയ്യണതിന്റെ രണ്ട് ബെനഫിറ്റ് എന്ന് പറയുന്നത്, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് റെഡ്യൂസിങ് റിഡൻഡൻസീസ്. അത് നമ്മൾ നോക്കി നോക്കിയാൽ റെഡ്യൂസിങ് റിഡൻഡൻസീസ്, അതാണ് ഒരു റീസൺ എന്ന് പറയുന്നത്. രണ്ടാമത്തേന്ന് പറയുന്നത് ensuring the integrity of data. Ensuring the integrity of data through, അത് ഇമ്പോർട്ടൻ്റ് ആണ്, ത്രൂ ലോസ്ലെസ് ഡികമ്പോസിഷൻ. അപ്പൊ അതൊന്ന് നോക്കി വെക്കുക. ഓക്കെ, ലോസ്ലെസ് ഡികമ്പോസിഷൻ. പിന്നെ നമുക്ക് ഡിഫറെന്റ് നോർമൽ ഫോം ഉണ്ട്, 1NF, 2NF. ഈ 1NF വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഓരോ സെല്ലിലും ടേബിൾ കണ്ടെയ്ൻസ് ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ടേബിൾ കണ്ടെയ്ൻസ് ഓൺലി അറ്റോമിക് വാല്യൂസ് മാത്രമേ ഉണ്ടാവാനായിട്ട് പാടുള്ളൂ. അറ്റോമിക് വാല്യൂസ് എന്ന് വെച്ചാൽ സിംഗിൾ വാല്യൂസ് മാത്രമേ ഉണ്ടാവുള്ളൂ ഒരു ടേബിളിന്റെ വാല്യൂസിൽ. അതായത് ഒരു കോളത്തിന്റെ ഉള്ളിൽ ഒന്നിലധികം വാല്യൂസ് പാടില്ല, ഒറ്റ വാല്യൂ ഉണ്ടാവാൻ പാടുള്ളൂ. അതിനെ അതായത് മൾട്ടി വാല്യൂഡ് ആയിട്ടുള്ള ആട്രിബ്യൂട്ട്സിനെ അത് സപ്പോർട്ട് ചെയ്യുന്നില്ല. അതാണ് എന്തെന്ന് പറയുന്നത്, ഐദർ സിംഗിൾ വാല്യൂ, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ഐദർ എ സിംഗിൾ വാല്യൂ ഓർ നൾ വാല്യൂ. ഇതാണെങ്കിൽ മാത്രമാണ് 1NF-ലാണെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ ബൈ ഡിഫോൾട്ട് എല്ലാ റിലേഷനും എന്തായിരിക്കും, 1NF-ലായിരിക്കും. ഓക്കെ, അപ്പോ നമുക്ക് ഇങ്ങനെ പറയാം, വാല്യൂസ് ഓഫ് ഓൾ ആട്രിബ്യൂട്ട്സ് മസ്റ്റ് ബി അറ്റോമിക്. അപ്പൊ അറ്റോമിക് എന്ന് പറയുന്ന 1NF-ൽ വരുന്ന ഒരു വേർഡ് എന്താണ്, അറ്റോമിക്. അപ്പൊ അതിന്റെ പ്രോപ്പർട്ടീസ് പറയുമ്പോൾ അറ്റോമിക്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്റ്റുഡന്റ് ഐ ഡി ഉണ്ട്, നെയിം ഉണ്ട്, ദെൻ മൊബൈൽ നമ്പർ ഉണ്ട്. ഓക്കെ,
അപ്പോ ഇവിടെ 101 നെയിം രമ്യ, ഇതിൽ ഞാൻ കൊടുക്കാണ് കുറെ നമ്പർ. ഇപ്പോ 123 എന്ന് കൊടുക്കാം, 123. പിന്നെ ഒരാൾക്ക് കുറെ മൊബൈൽ നമ്പർ ഉണ്ടാവും, 456, ഇങ്ങനെ രണ്ട് നമ്പർ ഉണ്ടെന്ന് വിചാരിക്കും. ഇതെന്തല്ല, നോട്ട് ഇൻ 1NF. കാരണം എന്താ, ഈ ഒരു ഇതില് ടേബിളില് ഒരു ആട്രിബ്യൂട്ട്സിന് തന്നെ എത്ര വാല്യൂസ് ഉണ്ട്, രണ്ട് വാല്യൂസ്. സോ ഇതെന്തല്ല, 1NF അല്ല. പിന്നെ 1NF-ലേക്ക് ആക്കാൻ എന്ത് ചെയ്യണം നമ്മള്, 101 രമ്യ 123. അടുത്തത് എന്താ, 101 രമ്യ 456. ഇതാണ് എന്തെന്ന് പറയുന്നത്, ഇത് നമുക്ക് 1NF-ലാണെന്ന് പറയാം അല്ലെ. കാരണം എന്താ, മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട്സ് ഇതിലില്ല, സിംഗിൾ വാല്യൂ മാത്രം. ഇതാണ് എന്തെന്ന് പറയുന്നത്, 1NF എന്ന് പറയുന്നത്. അപ്പൊ അത് നോക്കി വെക്കാം. ഇനി അടുത്തൊരു കേസ് എന്ന് പറയുന്നത് 2NF ആണ്. ഓക്കെ, അപ്പൊ നേരത്തെ നമ്മൾ അറ്റോമിക് എന്ന് പറഞ്ഞ പോലെ തന്നെ ഇതില് കണ്ടീഷൻ എന്ന് പറയുന്നത് 2NF ആണെങ്കിൽ ആ റിലേഷൻ എന്ന് പറയുന്നത് എന്തിലായിരിക്കണം, 1NF-ലായിരിക്കണം. ഓക്കെ, 1NF-ലായിരിക്കണം. പിന്നെ അടുത്തൊരു കണ്ടീഷൻ എന്ന് പറയുന്നത്, രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് നോ പാർഷ്യൽ ഡിപ്പെൻഡൻസി എക്സിസ്റ്റ്. ഓക്കെ, ഇനി പാർഷ്യൽ ഡിപ്പെൻഡൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡിപ്പെൻഡൻസിയാണ് വേർ, അതായത് കുറച്ച് ആട്രിബ്യൂട്ട്സ്. ഓക്കെ, അതായത് ഒരു കാൻഡിഡേറ്റ് കീ എടുക്കുകയാണെങ്കിൽ ആ കാൻഡിഡേറ്റ് കീയുടെ ആട്രിബ്യൂട്ട്സ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും, നോൺ പ്രൈം ആട്രിബ്യൂട്ട് ആയിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് പാർഷ്യൽ ഡിപ്പെൻഡൻസി എന്ന് പറയുന്നത്. അപ്പൊ പാർഷ്യൽ ഡിപ്പെൻഡൻസി ഉണ്ടാവാൻ പാടില്ല. അപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എക്സാമ്പിൾ വെച്ചിട്ട് പറയാം, നോ പാർഷ്യൽ ഡിപ്പെൻഡൻസി എക്സിസ്റ്റ്. അതൊന്നും ആലോചിച്ച് വെക്കാം. അതായത് ഒരു റിലേഷൻ ഞാൻ കൊടുക്കുകയാണ്, കുറെ ആട്രിബ്യൂട്ട്സ് ഉണ്ട്, ABCDE. ഓക്കെ, ഇനി അതിന്റെ കാൻഡിഡേറ്റ് കീസ് ആണ് എ ഉണ്ട്, BC ഉണ്ട്, CD ഉണ്ട്. ഇതൊക്കെയാണ് അതിന്റെ കാൻഡിഡേറ്റ് കീസ് എന്ന് പറയുന്നത്. അപ്പൊ ഇഫ് BC ഗീവ്സ് E, BC എന്ന് പറയുന്ന റിലേഷൻ P അല്ലെ. അപ്പൊ ഇതിൽ, അതായത് ഇങ്ങനത്തെ ഒരു റിലേഷൻ ഡിപ്പെൻഡൻസി തന്നിട്ടുണ്ട്, BC ഗീവ്സ് E എന്ന് പറയുന്നത്. അപ്പൊ ഒന്നെന്ന് പറയുന്നത് ഐദർ B ഗീവ്സ് E, അതായത് BC നമുക്ക് എന്ത് തരുന്നുണ്ട്, E എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ട്സ് തരുന്നുണ്ട്. അപ്പൊ ഒന്നില്ലെങ്കിൽ B ഗീവ്സ്, അതായത് B ആയിരിക്കാം E-നെ തരണേ, അല്ലെങ്കിൽ C ആയിരിക്കാം E-നെ തരണേ. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്, പാർഷ്യൽ ഡിപ്പെൻഡൻസി. ഒരു റിലേഷന്റെ ഡിപ്പെൻഡൻസി നമുക്ക് തന്നിട്ടുണ്ട്, അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാണ്, പാർഷ്യൽ ഡിപ്പെൻഡൻസി ഐഡന്റിഫൈ ചെയ്യാണ്. ഓക്കെ, അപ്പോ ഇതിൽ എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട് കാൻഡിഡേറ്റ് കീ ABCD. ഇനി അപ്പൊ നമ്മുടെ പാർഷ്യൽ ഡിപ്പെൻഡൻസി എന്താന്ന് പറഞ്ഞു. ഇനി A ഗീവ്സ് B, അതായത് A ഗീവ്സ് B, അതൊരു പാർഷ്യൽ ഡിപ്പെൻഡൻസി ആണെന്ന് എങ്ങനെ നമുക്ക് പറയാം, പാർഷ്യൽ ഈസ് കോൾഡ് A ഗീവ്സ് B എന്ന് പറയുന്നത് ഈസ് കോൾഡ് പാർഷ്യൽ ഡിപ്പെൻഡൻസി ആണെന്ന് പറയണമെങ്കിൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് എപ്പോഴാണ് നമുക്ക് പറയാൻ പറ്റുക, ഒന്നില്ലെങ്കിൽ, അതായത് എ എന്ന് പറയുന്നത്, ഇഫ് ആൻഡ് ഓൺലി ഇഫ് എ എന്ന് പറയുന്നത് ഈസ് എ സബ്സെറ്റ് ഓഫ് സം കാൻഡിഡേറ്റ്. ഓക്കെ, അല്ലെങ്കിൽ ബി എന്ന് പറയുന്നത് ബി ഈസ് എ നോൺ പ്രൈം ആട്രിബ്യൂട്ട്. ഈ രണ്ട് കണ്ടീഷനില്, അതായത് നമ്മൾക്ക് ഒരു റിലേഷൻ പാർഷ്യൽ ഡിപ്പെൻഡൻസി ആണെന്ന് പറയണമെങ്കിൽ A ഗീവ്സ് B ഈസ് എ കോൾഡ് പാർഷ്യൽ ഡിപ്പെൻഡൻസി എന്ന് പറയണമെങ്കിൽ ഒന്നില്ലെങ്കിൽ A എന്ന് പറയുന്നത് എന്താ, ഏതെങ്കിലും കാൻഡിഡേറ്റ് കീയുടെ സബ്സെറ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ B എന്ന് പറയുന്നത് എന്തായിരിക്കണം, നോൺ പ്രൈം ആട്രിബ്യൂട്ട് ആയിരിക്കണം. അപ്പൊ ഈ രണ്ട് കണ്ടീഷനിൽ ഏതെങ്കിലും കണ്ടീഷൻ ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ, ഈ രണ്ട് കണ്ടീഷനും സക്സസ് ആണെങ്കിൽ പാർഷ്യൽ ഡിപ്പെൻഡൻസി ആയിരിക്കും. ഈ കണ്ടീഷനിൽ ഏതെങ്കിലും ഫെയിൽ ആണെങ്കിൽ ഇതെന്താ, നോട്ട് എ പാർഷ്യൽ ഡിപ്പെൻഡൻസി. ഓക്കെ, പാർഷ്യൽ ഡിപ്പെൻഡൻസി ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്, അതായത് നോൺ പ്രൈം ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മൾക്കിപ്പോ ഈ കാൻഡിഡേറ്റ് കീ വെച്ചിട്ട്, അതായത് ഇതിലത്തെ ഒരു പ്രൈം ആട്രിബ്യൂട്ട് വെച്ചിട്ട്, ഇപ്പോ ഇതാ ഇതിന് നോക്കുക, ഈ പ്രൈം ആട്രിബ്യൂട്ട് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതായത് ഒരു ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ് കീനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പ്രൈം ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള പ്രൈം ആട്രിബ്യൂട്ട്. ഇനി
വേറൊരു എക്സാമ്പിൾ പറയാം. അപ്പൊ കുറച്ചും കൂടി ഒന്നും കൂടി ക്ലിയർ ആവും. ഒരു റിലേഷൻ നമ്മൾ എടുക്കുകയാണ്. ആ റിലേഷൻ ആർ എന്ന് പറയുന്ന റിലേഷൻ വി ഡബ്ല്യു എക്സ് വൈ സെഡ്. ഓക്കെ, അപ്പൊ നമുക്ക് അതിന്റെ ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസ് തന്നിട്ടുണ്ട്. വി ഡബ്ല്യു ഗീവ്സ് എക്സ് വൈ, പിന്നെ വൈ ഗീവ്സ് വി. ഓക്കെ, അടുത്തെന്ന് പറയുന്നത് ഡബ്ല്യു എക്സ് ഗീവ്സ് വൈ സെഡ്. ഫങ്ഷണൽ ഡിപ്പെൻഡൻസി തന്നിട്ടുണ്ട്. ഇതിന്റെ പോസിബിൾ ആയിട്ടുള്ള കീസ് എന്ന് പറയുന്നത് ഏതൊക്കെയാ? അതായത് ഏതൊക്കെ കാൻഡിഡേറ്റ് കീസ് ആവാം? വി ഡബ്ല്യു ആവാം അല്ലെ, ഇനി ഡബ്ല്യു എക്സ് ആവാം, ഇനി വൈ മാത്രമാണ് നിൽക്കണേ. അപ്പൊ വൈയുടെ കൂടെ എല്ലാതും നോക്കുക. കാൻഡിഡേറ്റ് കീ ആവാനായിട്ട് ഡബ്ല്യു എന്ന് പറയുന്നത് കോമൺ ആയിട്ടാണ് വന്നിട്ടുണ്ട്. അപ്പൊ ഡബ്ല്യു തന്നെ വൈയുടെ കൂടെ വന്നിട്ടുണ്ടെങ്കിൽ എന്താവും? ഇതൊക്കെ കാൻഡിഡേറ്റ് കീ ആവാനുള്ള സാധ്യതയുണ്ട്. ഇനി ഇതിന്റെ പ്രൈം ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? കാൻഡിഡേറ്റ് കീയിൽ വരുന്ന പ്രൈം ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത് എന്താണ്? വി ഉണ്ട്, ഡബ്ല്യു ഉണ്ട്, എക്സ് ഉണ്ട്, വൈ ഉണ്ട്. അതാണ് പ്രൈം ആട്രിബ്യൂട്ട്. അപ്പൊ ഇതിലൊന്നും വരാത്ത ആട്രിബ്യൂട്ട് ഏതാ? സെറ്റ്. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? നോൺ പ്രൈം ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, നോൺ പ്രൈം ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇനി ഓരോ റിലേഷൻ എടുക്കുകയാണ് നമ്മൾ. ഡബ്ല്യു എക്സ് ഗീവ്സ് വൈ സെഡ്, അതായത് ഈ സെഡിന് ഇതിന്റെ കൂടെ എടുക്കുകയാണ്. ഡബ്ല്യു എക്സ് ഗീവ്സ് വൈ സെഡ്, ഡബ്ല്യു എക്സ് ഗീവ്സ് വൈ സെഡ്. അതെന്താണ്? വൈ സെഡ്, സെഡും കൂടി വന്നാലാണ് നോൺ പ്രൈം ആട്രിബ്യൂട്ട് ഉണ്ട്. സോ ഇനി ഡബ്ല്യു എക്സ് ഗീവ്സ് സെഡ്, ഡബ്ല്യു എക്സ് ഗീവ്സ് സെഡ്, ഇതിലെന്താണ്? നോ പാർഷ്യൽ ഡിപ്പെൻഡൻസി. എക്സ് ഗീവ്സ് സെഡ് അല്ലെ, പിന്നെ ഡബ്ല്യു ഗീവ്സ് സെഡ്, ഇതിലൊന്നും എന്തുണ്ട്? പാർഷ്യൽ ഡിപ്പെൻഡൻസി ഇല്ല. അപ്പോ പാർഷ്യൽ ഡിപ്പെൻഡൻസി ഇല്ലാത്ത കാരണം കൊണ്ട് ഇതെന്താണ്? 2NF ലാണെന്ന് നമുക്ക് പറയാം. ഓക്കെ, 2NF ലാണെന്ന് നമുക്ക് പറയാം. ഇനി അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ 3NF. അപ്പോ 3NF എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2NF ലായിരിക്കണം. പിന്നെ അടുത്തതെന്ന് പറയുന്നത് നോ ട്രാൻസിറ്റീവ് ഡിപ്പെൻഡൻസി. നോ ട്രാൻസിറ്റീവ് ഡിപ്പെൻഡൻസി. മറ്റേതെന്ന് പറയുന്നത് പാർഷ്യൽ ഡിപ്പെൻഡൻസി, ഇതിലെന്ന് പറയുന്നത് നോ ട്രാൻസിറ്റീവ് ഡിപ്പെൻഡൻസി. അപ്പോ ട്രാൻസിറ്റീവ് ഡിപ്പെൻഡൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ ഗീവ്സ് ബി ട്രാൻസിറ്റീവ് ഡിപ്പെൻഡൻസി ആണെന്ന് പറയണമെങ്കിൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് എ എന്ന് പറയുന്നത് ഈസ് നോട്ട് എ സൂപ്പർ കീ, അതുപോലെ തന്നെ ബി ഈസ് എ നോൺ പ്രൈം ആട്രിബ്യൂട്ട്. നോൺ പ്രൈം ആട്രിബ്യൂട്ട്. ഈ കണ്ടീഷനിൽ ഏതെങ്കിലും വയലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ അതെന്തല്ല? ട്രാൻസിറ്റീവ് ഡിപ്പെൻഡൻസി അല്ല. ഓക്കെ, അപ്പൊ അത് നോക്കി വെക്കാം. അപ്പൊ നമുക്ക് തരുന്ന റിലേഷനിൽ ഈ ഇതിലേതെങ്കിലും ഒരു കണ്ടീഷൻ ആണെങ്കിൽ ഇതെന്താണ്? സോറി, ഈ രണ്ട് കണ്ടീഷനിൽ ഏതെങ്കിലും ഒരെണ്ണം വയലേറ്റ് ആവുകയാണെങ്കിൽ ട്രാൻസിറ്റീവ് ഡിപ്പെൻഡൻസി അല്ല. ഇനി അടുത്തതാണ് എന്തെന്ന് പറയുന്നത്? BCNF എന്ന് പറയുന്നത്, അതായത് ബോയ്സ് കോഡ് നോർമൽ ഫോം. അതെന്ന് പറയുന്നത് എന്താ? 3NF ലായിരിക്കണം റിലേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഓരോ ഈച്ച് നോൺ ട്രിവിയൽ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി A ടെൻസ് ടു B എന്ന് പറയുന്നത്, ഓരോ നോൺ ട്രിവിയൽ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി A ടെൻസ് ടു B എന്ന് പറയുന്നതില് A എന്ന് പറയുന്നത് ഈസ് എ സൂപ്പർ കീ ഓഫ് റിലേഷൻ. അതാണ് എന്തെന്ന് പറയുന്നത്? ബോയ്സ് കോഡ് നോർമൽ ഫോം എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു റിലേഷൻ ഞാൻ കൺസിഡർ ചെയ്തു. എന്താണ്? ABC. നമുക്ക് ഫങ്ഷണൽ ഡിപ്പെൻഡൻസി തന്നിട്ടുണ്ട്. A ടെൻസ് ടു B, B ടെൻസ് ടു C ആൻഡ് C ടെൻസ് ടു A. അപ്പൊ ആദ്യം തന്നെ കണ്ടുപിടിക്കേണ്ടത് നമുക്ക് കാൻഡിഡേറ്റ് കീ ആണ്. കാൻഡിഡേറ്റ് കീ കണ്ടുപിടിക്കാനുള്ളത് A ക്ലോഷർ കണ്ടുപിടിക്കാം. A ക്ലോഷർ എന്ന് പറയുമ്പോൾ A എന്ന് നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? A അത് തന്നെയാണ് അതിന്റെ ഒരു ഇത്. A എന്ന് നമുക്ക് എന്ത് കിട്ടും? B കിട്ടും. B എന്ന് നമുക്ക് എന്ത് കിട്ടും? C കിട്ടും. C എന്ന് നമുക്ക് A കിട്ടും അല്ലെ. അപ്പൊ ABC ഇത് റിലേഷനിലെ എല്ലാ ആട്രിബ്യൂട്ടും ഇല്ലേ? ഉണ്ട്. അപ്പൊ A എന്ന് പറയുന്നത് എന്താണ്? ഒരു കാൻഡിഡേറ്റ് കീ ആണ്. ഇനി B ക്ലോഷർ കണ്ടുപിടിക്കാം. അപ്പൊ B ക്ലോഷർ കണ്ടുപിടിക്കുമ്പോൾ എന്താ? B ഓൾറെഡി ഉണ്ട്. B എന്ന് എന്ത് കിട്ടും? C കിട്ടും. C എന്ന് A കിട്ടും. അപ്പൊ റിലേഷനിലെ എല്ലാം ഉണ്ട്. അപ്പൊ B എന്ന് പറയുന്നതും എന്താണ്? ഒരു കാൻഡിഡേറ്റ് കീ ആണ്.
ഇനി അടുത്തത് സി ക്ലോഷർ. സി ക്ലോഷർ കണ്ടുപിടിക്കുമ്പോൾ സിന്ന് നമുക്ക് എ കിട്ടും, എന്ന് നമുക്ക് ബി കിട്ടും. അതും എന്താണ്, ഒരു കാൻഡിഡേറ്റ് കീ ആണ്. എ ബി സി ആണ് നമ്മുടെ കാൻഡിഡേറ്റ് കീ എന്ന് പറയുന്നത്. കാൻഡിഡേറ്റ് കീ കണ്ടുപിടിക്കാനായിട്ട് ക്ലോഷർ കണ്ടുപിടിക്കും. ഓക്കെ. അപ്പോ ഇതിലെന്ന് പറയുന്ന ഒരു കണ്ടീഷൻ എന്താ, എ ഇസ് എ സൂപ്പർ കീ ഓഫ് റിലേഷൻ. എ ഇസ് എ സൂപ്പർ, അതായത് ഫോർ ഈച്ച് നോൺ ട്രിവിയൽ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി എ ടെൻസ് ടു ബി, എ ഇസ് എ സൂപ്പർ കീ ഓഫ് റിലേഷൻ അല്ലെ. അപ്പൊ നമുക്ക് എന്താ, ഫങ്ഷണൽ ഡിപ്പെൻഡൻസി എന്ന് പറയുന്നത് എല്ലാം കാൻഡിഡേറ്റ് കീ ആണ്. കാൻഡിഡേറ്റ് കീ ആണെങ്കിൽ അതെല്ലാം എന്താണ്, സൂപ്പർ കീ ആണ്. സോ എന്താണ്, ഇത് BCNF-ലാണ് ഈ റിലേഷൻ. ഇനി നമ്മുടെ ഇതിലേക്ക് വരാം. നമ്മുടെ തിരിച്ച് നമ്മൾ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തതിലേക്ക് വരാം. ഇതിലേക്ക് വന്നു. എന്താണ് പറഞ്ഞിരിക്കുന്നത്, എ റിലേഷൻ ഈസ് ഇൻ ബോയ്സ് കോഡ് നോർമൽ ഫോം ഇഫ് every attribute is functionally dependent on a candidate key. Every determinant is a candidate key. There is no transitive dependencies. It is in 2NF and 3NF. അപ്പൊ ഈ ഒരു ഓപ്ഷനും ഓക്കെയാണ്. ഇറ്റ് ഈസ് ഇൻ 2NF. ബോയ്സ് കോഡ് നോർമൽ ഫോമിലാണെങ്കിൽ അത് 2NF-ലും ആണ് 3NF-ലും ആണ്. ഈ ഒരു ആൻസറും ശരിയാണ് ആക്ച്വലി. പക്ഷെ നമുക്ക് ഇതിൽ പറയേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നോൺ ട്രിവിയൽ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി ആണ്. സോ ആ ഒരു കണ്ടീഷൻ നോക്കാം, അതായത് ആ ഒരു കണ്ടീഷൻ വരുന്ന കേസ് ഉണ്ടോ നോക്കാം. അപ്പോ ആ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഇതാണ്, എവരി ഡിറ്റർമിനന്റ് ഈസ് എ കാൻഡിഡേറ്റ് കീ. കാൻഡിഡേറ്റ് കീ എന്ന് പറഞ്ഞാൽ എന്താവും, സൂപ്പർ കീ ആവും. ഓക്കെ. അപ്പൊ ഇൻ കേസ് ഈ ഒരു ആൻസർ എഴുതിയാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടേണ്ടതാണ് അല്ലെ, ഡിഫറെന്റ് കേസസ് വരുന്ന കേസിൽ. അപ്പൊ ഇതും ആൻസർ കറക്റ്റ് ആണ്. ഇനി അടുത്തതെന്ന് പറയുന്നത്, അടുത്തൊരു കേസ് എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡേറ്റാബേസ് മോഡൽ ഓർഗനൈസസ് ഡേറ്റ ഇൻ ട്രീ ലൈക്ക് സ്ട്രക്ചർ. ഞാൻ പറഞ്ഞല്ലോ രാവിലെ, ട്രീ ലൈക്ക് സ്ട്രക്ചർ ഏതാണ്, ഹയറാർക്കിക്കൽ മോഡൽ. ഓക്കെ. ഇനി അതെന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞു, വൺ ടു മെനി ആണ്. അത് ആലോചിച്ച് വെക്കുക. നെറ്റ്വർക്ക് ആവുമ്പോൾ എന്താണ്, മെനി ടു മെനി ആണ്. മെനി ടു മെനി, അതും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ കേട്ടാ. ഇനി വിച്ച് നോർമലൈസേഷൻ ഫോം ഈസ് ബേസ്ഡ് ഓൺ ട്രാൻസിറ്റീവ് ഡിപ്പെൻഡൻസി. ഇപ്പൊ ട്രാൻസിറ്റീവ് ഡിപ്പെൻഡൻസി നമ്മൾ ആലോചിച്ച് വെക്കുക. 1NF ആണെങ്കിൽ എന്താണ്, അറ്റോമിക് വാല്യൂസ് അറ്റോമിക്. 2NF ആണെങ്കിൽ പാർഷ്യൽ ഡിപ്പെൻഡൻസി. 3NF ആണെങ്കിൽ ട്രാൻസിറ്റീവ് ഡിപ്പെൻഡൻസി. BCNF ആണെങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞു, ട്രിവിയൽ, നോൺ ട്രിവിയൽ. ഓക്കെ, നോൺ ട്രിവിയൽ ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസ്. ഇങ്ങനെ ആലോചിച്ച് വെക്കാം. അപ്പോൾ ഈ ട്രാൻസിറ്റീവ് ഡിപ്പെൻഡൻസി എന്ന് പറയുന്നത് ഏതാണ്, 3NF ആണ്. ഓക്കെ. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോൺ ആസ് എ മിനിമൽ സൂപ്പർ കീ. മിനിമൽ സൂപ്പർ കീ, അപ്പൊ സൂപ്പർ കീ അല്ല, മിനിമൽ സൂപ്പർ കീ ആണ്. അപ്പൊ സൂപ്പർ കീയുടെ മിനിമൽ സെറ്റ് ഏതാണ്, കാൻഡിഡേറ്റ് കീ. ഇനി SQL കമാൻഡ് ഈസ് യൂസ്ഡ് ഫോർ റിമൂവിങ് ഓർ ഡിലീറ്റിംഗ് റിലേഷൻ ഫ്രം ദ ഡേറ്റാബേസ്. ഡേറ്റാബേസിൽ നിന്ന് റിമൂവ് ചെയ്യാൻ അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഡ്രോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഡ്രോപ്പ് എന്ന് പറയുന്നത്. ഇനി അടുത്തതെന്ന് പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ്, അത് നമ്മൾ നോക്കണം, ആസിഡ് പ്രോപ്പർട്ടി. ഓക്കെ, ഡേറ്റാബേസിന്റെ ഒരു പ്രോപ്പർട്ടിയാണ് ആസിഡ് പ്രോപ്പർട്ടി. ആസിഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറ്റോമിസിറ്റി, പിന്നെ കൺസിസ്റ്റൻസി പിന്നെ ഐസൊലേഷൻ ആൻഡ് ഡ്യൂറബിലിറ്റി. ഇത് ഓരോന്നും നമ്മൾ ഒന്ന് നോക്കി വെക്കുക. അറ്റോമിസിറ്റി ഇത് നോക്കി വെക്കുക, അപ്പൊ തന്നെ നിങ്ങൾക്ക് ഇത് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. ഇനി അടുത്തതെന്ന് പറയുന്നത് ഇവിടെ തന്നെ അതിന്റെ ഇത് കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. Entity A is associated with at most one entity in B. Okay, at most an entity A is associated with at most one entity in B. An entity in B can be associated with any number of entities in A. അല്ലെ, അപ്പൊ ഒരെണ്ണാണ് ഒരു റിലേഷൻ കുറെ റിലേഷൻ ആയിട്ട്. അപ്പൊ എന്താ, 1 to many. ഇനി നമ്മൾ വിചാരിക്കും മെനി ടു 1 ആണെന്ന് വിചാരിക്കും. അല്ല, ഇത് 1 to മെനി എന്ന് പറഞ്ഞാൽ 1 ഇൻസ്റ്റൻസ് ഇൻ ബി റിലേറ്റ്സ് ടു മെനി ഇൻസ്റ്റൻസ് ഇൻ എ. 1 ഡിപ്പാർട്ട്മെന്റ് ഹാസ് മെനി എംപ്ലോയീസ്.
ദ മെനി സൈഡ് ഹാസ് ദ ഫോറിൻ റെഫറൻസിങ് വൺ സൈഡ് ബി. അങ്ങനെ നോക്കിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു കൺട്രോൾ ആക്സസ്. അപ്പോൾ ട്രാൻസാക്ഷൻ കൺട്രോൾ ലാംഗ്വേജസ് ഏതൊക്കെയാ? ഗ്രാൻഡും റിവോക്കും. പിന്നെയാണ് സീരിയലൈസബിൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട്. സീരിയലൈസബിലിറ്റി. അപ്പോ സീരിയലൈസബിൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. പിന്നെ അത് നോക്കിയിട്ടില്ല, നോക്കിയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇനി പ്രൈമറി കീയുടെ റോള്, യൂണിക്കലി ഐഡന്റിഫൈസ്, പറയേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ടോട്ടൽ നമ്പർ ഓഫ് റെക്കോർഡ്സ്, അഗ്രിഗേറ്റ് ഫങ്ഷൻസ്, അതുപോലെ തന്നെ നോർമൽ ഫങ്ഷൻസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അപ്പോൾ അത് പിന്നെ ഇത് ഞാൻ പറഞ്ഞുതരാം. കോൺഫ്ലിക്റ്റ് സീരിയലൈസബിളും അത് പറഞ്ഞുതരാം. ഇനി റിലേഷണൽ ഡേറ്റാബേസിന്റെ ഫീച്ചർ, ഡാറ്റ സ്റ്റോറി റിലേഷണലിന് കണ്ടു കഴിഞ്ഞാൽ ഡാറ്റ സ്റ്റോർ ചെയ്യണത് എങ്ങനെയാണ്? ടേബിൾസ് ആയിട്ടാണ്. പിന്നെ അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ അറ്റോമിസിറ്റി. അതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വരാം, ആസിഡ് പ്രോപ്പർട്ടിന്ന്. അപ്പൊ അതിന്റെ ഒന്ന് ഡെഫിനിഷൻസ് ഒന്ന് നോക്കി വെക്കുക. അപ്പോൾ ഇനി നമുക്ക് DBMS എടുക്കാനുള്ള ഒരു ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ ആ കോൺഫ്ലിക്റ്റ് സീരിയലൈസബിലിറ്റി, അങ്ങനത്തെ ഒരു ടോപ്പിക്കാണ്. അത് ഞാൻ എടുത്ത് തരാം. ഓക്കെ, അതും കൂടി ഉള്ളൂ. അപ്പൊ DBMS പോർഷൻ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ.